കർക്കിടക പേമാരി അടച്ചു പെയ്യുകയാണ്. റോഡിലോ പീടികത്തിണ്ണയിലോ ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല. കഴിഞ്ഞ ആഴ്ച കോലോത്തെ ചെറിയംകാട്ടിക്ക് ദീനം വന്നിട്ട് പുറത്തേക്ക് പോയതാണ്. കർക്കിടമാസമായിട്ട് ആകെയുള്ള പുറഞ്ചിരിച്ച പൈസ കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് വൈദ്യരെ കൂട്ടിക്കൊണ്ടു പോകണം. പര്യായ വൈദ്യർ വൈദ്യശാലയിലെ ആയുർവേദ മരുന്നുകളുടെ ഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിൽ മേശമേൽ വെറുതെ കൈയും കുത്തി പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. പടച്ചോനെ, ഒരു 4 അണ കൈകൊണ്ട് കൊത്തിട്ട് എത്ര കാലമായി. പ്രളയം പോലെയാണ് മഴ പെയ്യുന്നത്. കടൽ പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വയൽ വരമ്പിലൂടെ ആരോ ഒരാൾ തലക്കുടയും വെച്ച് നടന്നടക്കുന്നതായി പര്യായ വൈദ്യർക്കാണ്. പനിയോല കൊണ്ടുള്ള തൊപ്പിക്കുട ചൂടി വരുന്നയാൾ കയ്യിൽ ഒരു തുണിക്കുട ചൂടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തുണിക്കുട കണ്ടപ്പോൾ തന്നെ വൈദ്യർക്ക് വരുന്ന ആളെ പിടികിട്ടി. അത് മറ്റാരുമല്ല, അംശാധികാരി കുഞ്ഞിക്കോവാലക്കുറുപ്പിൻ്റെ 2ാം കാര്യസ്ഥൻ ചിക്കണിക്കണാരൻ തീയനാണെന്ന്. ചിക്കണിക്കണാരൻ വൈദ്യശാലയുടെ പടി കയറി തലക്കുട എടുത്ത് നിലത്ത് വെച്ചു. തുണിക്കുട ഭയഭക്തിയോടെ വൈദ്യരുടെ മേശപ്പുറത്തും വെച്ചു. എന്താടോ കണാരൻ തീയ? വൈദ്യർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതുവഴി വൈശ്യറെ, അധികാരി കുറുപ്പാളുടെ 2ാമത്തെ മോന് കത്തുന്ന പനിയും പാത്രത്തുനിന്നെടുത്ത് മറ്റും പോലെ വായിക്കുന്നു തോന്നി. ഏതാ കണാരാവോയി? ഓനൊളി മധുരാശി പഠിക്കുന്ന ആരെയും ജോലിക്കാതെ നടത്തി കിട്ടുന്നില്ലേ ഓനാ? ഓനാ? അതേ ഒളി ഓൻ തന്നെ. വൈശ്യർ വന്നിട്ട് ഒരു പൂച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് കുറുപ്പാൾ കൊടയും തന്നു എന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. എന്നാൽ ശരി, പൂവ കാണാൻ. വൈദ്യര് മരിച്ചുപോയ ബാപ്പയുടെ കറുത്ത കൂട്ടെടുത്തു. ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള മരുന്നും കെട്ടി വെച്ചു. മഴ തോർന്നിടാൻ ഇറങ്ങി. തലക്കുട ചൂടി കെട്ടിയും എടുത്ത് കണാരൻ മുമ്പിലും ആ നാട്ടിലാകെ സ്ഥിരമായി തുണിക്കുട ചൂടുന്ന അധികാരിയുടെ തുണിക്കുട ഗമയിൽ ചൂടി വൈദ്യരും അധികാരിയുടെ തലവാട്ടെത്തി. അവിടെയാണെങ്കിൽ മുറ്റത്തും കോലായിലും പശുവിൻ കാലത്തിലും നെല്ലുകുത്തുപുരയിലും മരണം നടന്നതുപോലെ ആളുകൾ കൂടി നിൽക്കുകയാണ്. വൈദ്യരെ കണ്ടതും അധികാരി ഗോപാലക്കുറിച്ച് ചാരുകസാരയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. എടുത്തിടൂ പര്യായി, ചെക്കന് വല്ലാത്ത പനി. അടുത്ത ആഴ്ച മധുരാശിക്ക് പോണ്ടതാണ്. പരീക്ഷ. എന്നെ കൊണ്ടുവന്ന് ഒരു സൂചി വെപ്പിക്കണമെന്ന് ഇവിടെ കൂടിയ ഞങ്ങൾ എല്ലാവരും കൂടി അഭിപ്രായപ്പെട്ടു. അതാ കണാറിനെ കൊടയും കൊടുത്തയച്ച് വിളിപ്പിച്ചത്. എന്താ ഒളി സൂചി വെക്കാനോ? ബഹുമാനത്തോടെ പര്യായ വൈദ്യനും പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ ചെയ്ത ഉടനെ തന്നെ രോഗി കണ്ണു പറഞ്ഞു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുഞ്ഞിക്കോപാലക്കുറിച്ചും വളരെയേറെ സന്തോഷം. വൈദ്യരുടെ ഫീസായി 5 ഉറുപ്പിക ഗ്രൂപ്പിൻ്റെ 1ാം കാര്യസ്ഥൻ കുഞ്ഞുണ്ണി അമ്പ്യാർ വൈദ്യരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. വൈദ്യരുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. വന്ന പോലെ കണാരൻ പിന്നിലും വൈദ്യർ മുമ്പിലുമായി നടക്കാൻ തുടങ്ങി. നടക്കുന്നതിനിടയിൽ പര്യായ വൈദ്യർ 1-2 പ്രാവശ്യം സംശയിച്ച് നടത്തം നിന്നു. പിന്നെ മെല്ലെ നിന്നു. വൈദ്യരുടെ കളി കണ്ടിട്ട് എന്തോ പന്തി കയറുന്ന കണാരത്തെ കണാരൻ ചോദിച്ചു. എന്തോ ഈ വൈശ്വരെ പറ്റിയത്? ഒന്നുമില്ല കണാര, എനിക്ക് ഞാനൊരു ഉറുപ്പ്യ തരാം. എന്തിനാണ്? ഇതാരോടും പറയരുത്. അതിന് തന്നെ ഞാൻ ഡോളി ആരോടെയും പറയുന്നത് എനിക്കൊരു ഉറുപ്പ്യ കിട്ടുന്ന കാര്യമല്ലേ. എന്താ ഈ കാര്യം പറ. അത് കണാര, പഴയ സൂചി കൊണ്ടാണ് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തത്. സൂചി വെക്കുമ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പൊട്ടി. പൊട്ടിയ കഷ്ണം ആ ചെക്കൻ്റെ കൈ മേലുള്ള. കണാരൻ തിരിച്ചുകൊണ്ട് എന്തോ പറയാൻ നോക്കുന്നതിൽ ചെകിടടിപ്പിക്കുന്ന ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. കണാരൻ്റെ ചിരി ആ മഴയിൽ അലിഞ്ഞലിഞ്ഞില്ല.